എറണാകുളം ജില്ലയിലെ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രൈം ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ കളമശ്ശേരി ടൗണിലേക്ക് ഏകദേശം 2 കിലോമീറ്ററും അതുപോലെ കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് വരുന്ന ഡിസ്റ്റൻസും ഏകദേശം 2 കിലോമീറ്ററുമാണ്. കൂടാതെ നമ്മുടെ തൃക്കാക്കര ടെമ്പിളിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെറും 1.5 കിലോമീറ്റർ മാത്രമാണ്. അതുപോലെ എടപ്പള്ളി ലുലു മാളിലേക്കും പാലാരിവട്ടത്തേക്കും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 സെൻറ്റ് ലാൻഡിലായിട്ട് 1680 സ്ക്വയർ ഫീറ്റിൽ 3 BHK പ്ലസ് സ്റ്റഡി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പ്രീമിയം വില്ലകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻഡിവിജ്വൽ റോഡ് എന്ന് പറയുന്നത് ഏകദേശം 4.5 മീറ്റർ വീതിയിൽ പാവിങ് ടൈൽ വിരിച്ചിട്ടുള്ള റോഡാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡെഡ് എൻഡ് പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു അഡീഷണൽ പാർക്കിംഗ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് ഈ വില്ലകളുടെ ഒരു കോമൺ കിണർ കൊടുത്തിരിക്കുന്നത്. നല്ല ശുദ്ധമായ കിണർ വെള്ളവും KW വാട്ടർ കണക്ഷൻ നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ പ്ലെയിൻ ഡിസൈനിലാണ് മതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കളർ പാറ്റേൺ വരുന്ന വീടിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഒരു 4-വേ ലൈറ്റുകൾ 2 കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഗേറ്റിലേക്കാണ്. GI ഫ്രെയിമിൽ തന്നെ തീർത്ത ഒരു സ്ട്രൈപ്പ് ടൈപ്പ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. 12 അടി സ്ലൈഡിങ് ഗേറ്റും ഒരു 4 അടി ഓപ്പൺ ഗേറ്റുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ ഇതിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ക കണ്ടംപററി ബോക്സി ടൈപ്പ് എലവേഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കളർ വൈറ്റ് കളർ തീമിൽ തന്നെയാണ് കളർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ടെറാക്കോട്ട് ജാളിയുടെ വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു എലവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വടക്ക് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ വീടിൻ്റെ ഒരു കവേർഡ് പോർച്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല രീതിയിൽ ഒരു വലിയ വാഹനമൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഒരു അഡീഷണൽ പാർക്കിംഗ് ഏരിയയും ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇതും കവേർഡായിട്ട് തന്നെ ലോവർ പാനലിംഗ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഒരു സെറാമിക് ടൈലാണ് ഫ്ലോറിലായിട്ട് വിരിച്ചിരിക്കുന്നത്. വാട്ടർ ടാങ്കിൻ്റെ സ്റ്റോറേജ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഒരു സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ചുറ്റുഭാഗത്ത് നമുക്ക് 1-2 പേർക്ക് സഞ്ചരിക്കാവുന്ന സൗകര്യവും സെറ്റ് ബാക്കും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ടൈൽ പാറ്റേൺ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്ക് ഈ ഭാഗത്തും വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തൊരു സിമെൻറ്റ് ടെക്സ്റ്ററിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഒരു L ടൈപ്പ് ഗ്ലാസ് സ്ട്രക്ചർ വരുന്നുണ്ട്. ഈ ഭാഗത്താണ് നമ്മുടെ വാട്ടർ കണക്ഷൻ്റെ മീറ്റർ വരുന്നത്. ഇവിടെയും അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ബിൽഡർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് സിറ്റ് ഔട്ട് സ്പേസിലേക്കാണ്. 2 ചെയർ ഇട്ടിരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. GI ഫ്രെയിമിൽ വുഡൻ ടോപ്പാണ് ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. സീലിങ്ങിലായിട്ട് ജംഗ്ഷൻ ലൈറ്റിൽ LED സിലിണ്ടറുകൾ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്കാണ്. ഒരു സിംഗിൾ പാളി ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് ഒരു സ്ട്രൈപ്പ് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു L ഷേപ്പ് കോർണർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു 4 പാളി വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ TV യൂണിറ്റ് വരുന്നത് ഈ ഭിത്തിയിലായിട്ടാണ്. അത്യാവശ്യം വലിയൊരു TV തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഭിത്തിയിലായിട്ട് ടെക്സ്റ്റർ വർക്കുകൾ വരുന്നുണ്ട്. സീലിങ്ങിൽ ജംഗ്ഷൻ ലൈറ്റിൽ സിലിണ്ടറിക്കൽ LED ലൈറ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്ലാസ് സ്ട്രക്ചർ വരുന്നുണ്ട്. L ഷേപ്പിലാണ് ആ ഗ്ലാസ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഡൈനിങ് ഏരിയയിൽ കിട്ടുന്നുണ്ട്. ഫ്ലോറിൽ സെയിം ടൈൽ പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 4 പാളി വിൻഡോ ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ജംഗ്ഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് സീലിംഗ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഒരു ഹിൻഡ്വെയറിൻ്റെ ഇറ്റാലിയൻ ഫിറ്റിങ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും അതിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ടൊരു ടെക്സ്റ്റർ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്നത് ഈ വീടിൻ്റെ കിച്ചൺ സ്പേസിലേക്കാണ് വരുന്നത്. ഒരു പക്ക ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 2 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ലോവർ പാനലിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്.
ഇനി കിച്ചൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചൻ്റെ സ്ഥാനം വരുന്നത് തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. അഗ്നികോണിലാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. ഈ ഭിത്തിയിലായിട്ട് ഫുൾ ഒരു ടൈൽ വർക്ക് കൊടുത്തിട്ട് ഈ ഭാഗത്താണ് ഫ്രിഡ്ജിൻ്റെ പ്രൊവിഷൻ വരുന്നത്. അതിനുള്ള പ്ലഗ് പോയിൻറ്റ്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബീജ് കളർ കോമ്പോയിൽ വരുന്ന ഒരു കബോർഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കിഴക്കോട്ട് സ്റ്റൗ വയ്ക്കാവുന്ന രീതിയിൽ ഹിൻഡ്വെയറിൻ്റെ തന്നെ ഒരു ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിൽ വരുന്ന ബ്ലാക്ക് കളർ ടോപ്പാണ്, ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസുകൾ, ടാൻഡം ബോക്സുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഹിഞ്ചസ് ആണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തും ഒരു നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള ഹിൻഡ്വെയറിൻ്റെ ടാപ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു വിൻഡോ, എയർ സർക്കുലേഷനുള്ള വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും ടൈലൊക്കെ വിരിച്ച് ഒരു മാറ്റ് ഫിനിഷ് ഗ്രിപ്പുള്ള ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഈ ഭാഗത്തും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ടി വാഷിംഗ് മെഷീൻ വെക്കാനോ അല്ലെങ്കിൽ ഒരു സിങ്കൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 145ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണത്. നല്ല രീതിയിൽ മാറ്റ് ഫിനിഷ് സെയിം ടൈല് തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. കന്നിമൂലയിലാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. തെക്ക് ഭാഗത്തായിട്ട് ഒരു 3 പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ജംഗ്ഷൻ ലൈറ്റുകൾ തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ലൊരു കബോർഡ് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ നിഷുകൾ കിട്ടാൻ പാകത്തിൻ്റെ ഒരു ഏരിയ ഇവിടെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ ബാത്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഹിൻഡ്വെയറിൻ്റെ തന്നെ ഇറ്റാലിയൻ ഫിറ്റിങ്സുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. വാൾ മൗണ്ട് ക്ലോസറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹിൻഡ്വെയറിൻ്റെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് കൗണ്ടറും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസിൽ വരുന്നൊരു സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് കബോർഡ് സ്പേസുകൾ, ഇൻവെർട്ടറൊക്കെ വയ്ക്കാൻ പാകത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിമിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാക്ക് വേയിലായിട്ട് ഗാലക്സിയുടെ ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ സ്റ്റെയർ കയറി നേരെ മുകളിലേക്ക് വരുന്നത് ഒരു 90-90ൻ്റെ 2 ലാൻഡിങ് സ്പേസിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ ഈ ലാൻഡിങ്ങിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു എയർ സർക്കുലേഷനായിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതായിട്ട് ഈ ഭിത്തിയിലായിട്ട് ഒരു ഫാൻസി ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെയറിൽ സെയിം ഗ്രാനൈറ്റിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അപ്പർ ലിവിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സെയിം ടൈൽ പാറ്റേൺ തന്നെ, ഒരു മാറ്റ് ഫിനിഷിലുള്ള ടൈൽ പാറ്റേൺ തന്നെ കിട്ടുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ടൊരു 3 പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. താഴത്തെ ബെഡ്റൂമിൻ്റെ സെയിം സ്ട്രക്ചറിൽ തന്നെയാണ് വരുന്നത്. തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് വരുന്നത്. കന്നി മൂലയിലാണ് ഈ ബെഡ്റൂം സ്പേസ് വരുന്നത്. ഈ സൈഡിലായിട്ട് തെക്ക് ഭാഗത്തായിട്ടൊരു 3 പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ജംഗ്ഷൻ ലൈറ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, സിലിണ്ടറിക് ലൈറ്റുകൾ. ഈ ഭാഗത്തായിട്ട് കബോർഡ് സ്പേസുകൾ വരുന്നുണ്ട്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു 3 പാളി കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഹിഞ്ചസ് എല്ലാം ഓട്ടോ ക്ലോസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും നിഷിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ സ്വിച്ചസ് എല്ലാം കൊടുത്തിരിക്കുന്നത് പോളി ക്യാബിൻ്റെ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. വി ഗാർഡിൻ്റെ കേബിളുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡോർ തുറന്ന് വരുന്നത് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ടൈല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് കിട്ടുന്നത്. ഈ ഹിൻഡ്വെയറിൻ്റെ ഇറ്റാലിയൻ വാൾ മൗണ്ട് ക്ലോസറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹിൻഡ്വെയറിൻ്റെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വാഷ് കൗണ്ടറും ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ ഒരു സ്റ്റഡി റൂം സ്പേസിലേക്കാണ് വരുന്നത്. സെയിം മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈൽ പാറ്റേൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി കിഴക്ക് ഭാഗത്തായിട്ട് ഒരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു 100 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ചെറിയൊരു കിഡ്സ് ബെഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യമുണ്ട്. കൂടാതെ ജംഗ്ഷൻ ലൈറ്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സീലിങ്ങിൽ. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ടെറസിലേക്ക് പോകുന്ന സ്റ്റെയറൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗത്തേക്കാണ്. ഇൻഡസ്ട്രിയൽ സ്റ്റെയറാണ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള തുണിയൊക്കെ വിരിച്ചിടാനുള്ള സൗകര്യവും ടെറസിൻ്റെ മുകളിലാണ് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണത്. നല്ല രീതിയിൽ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വടക്ക് കിഴക്കേ മൂലയിലാണ് ഈ ബെഡ്റൂം വരുന്നത്.
സെയിം ടൈൽ പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലായിട്ട് ജംഗ്ഷൻ സിലിണ്ടറിക്കൽ ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലായിട്ടാണ് കബോർഡ് വർക്ക് വരുന്നത്. ഒരു ഡ്രസ്സിങ് മിററിനുള്ള സൗകര്യം വരുന്നുണ്ട്. ഒരു ഗ്ലാസ് വിൻഡോ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെറാക്കോട്ട് ജാളിയുടെ ഒരു വർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതും ടഫ് ആൻഡ് ഗ്ലാസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വലിയൊരു ബാത്റൂം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇൻഡോവെയറിൻ്റെ ഇറ്റാലിയൻ വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻഡോവെയറിൻ്റെ തന്നെ ഡൈവാട്ടർ സ്പൗട്ടും റെയിൻ ഷവറും ഇൻഡോവെയറിൻ്റെ തന്നെ ഒരു വാഷ് കൗണ്ടറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസ് വരുന്നത് ഈ മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം സ്പേസിൽ നിന്ന് തന്നെയാണ്. നമ്മൾ നേരെ ബാൽക്കണി സ്പേസിലെത്തിയാൽ സെയിം ടൈൽ പാറ്റേൺ തന്നെ മാറ്റ് ഫിനിഷിലുള്ളത് ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഒരു നല്ല രീതിയിൽ സിലിണ്ടറിക്കൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് സീലിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ടൊരു GI ഫ്രെയിം വർക്ക് വരുന്നുണ്ട്. കൂടാതെ ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാൻഡ് റെയിലിൻ്റെ വർക്ക് വരുന്നുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ്സിൽ SS-ൻ്റെ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ വടക്ക് നിന്നുള്ള കാറ്റും വെളിച്ചവും കിട്ടാവുന്നൊരു സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ ലഭ്യമാണ്. എടപ്പള്ളി ടൗണിൽ നിന്നിട്ടും കളമശ്ശേരി ടൗണിൽ നിന്നിട്ടും അതുപോലെ പുസാറ്റിൽ നിന്നിട്ടും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നുമെല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈം ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 3.5 സെൻറ്റ് ലാൻഡിൽ 1680 സ്ക്വയർ ഫീറ്റിലായിട്ട് 3 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ ഒരു സ്റ്റഡി ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,20,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുള്ള ലോൺ സൗകര്യവും നമ്മൾക്ക് ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നതിനോ ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.